ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ നമ്മുടെ അപ്പു പറഞ്ഞ വാക്കുകൾ കേട്ട് ശരിക്കും പറഞ്ഞ ഹരിയുടെ നെഞ്ചു പൊട്ടിപ്പോയി. നന്ദികേട് പറയരുത് അപ്പു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരി അപ്പുവിനോട് പറയുമ്പോഴേക്കും താൻ ജീവിതത്തിൽ ചെയ്തു പോയ ഏറ്റവും വലിയ തെറ്റിനെക്കുറിച്ചുള്ള ആ ഒരു വിശകലനമൊക്കെ നടത്തുക. തൻ്റെ മമ്മിയും ഡാഡിയും അതുപോലെ രണ്ട് അപ്പച്ചിമാരും പറഞ്ഞതൊന്നും കേട്ടില്ല, അതുപോലെ ജയന്തേടത്തി പറഞ്ഞത് കേട്ടില്ല. ഇപ്പോൾ അതൊക്കെ തനിക്ക് തന്നെ വിനയായി വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ ഹരിയോട് തൻ്റെ സങ്കടങ്ങൾ പങ്കുവെക്കുന്ന അപ്പുവിനോട് ഹരി പറഞ്ഞത്, നീ ഇതുപോലെ ഇപ്പോൾ പറയുന്നു, പക്ഷേ സ്വന്തം കുഞ്ഞിനെ നോക്കാനും സ്വന്തം കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കി വളർത്തി അവളെ വലുതാക്കാനും ഉള്ള സമയങ്ങളും നിനക്കുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അന്ന് നിന്റെ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കാതെ ദേവേടത്തി വളർത്തിക്കോളും എന്നുള്ള ഒരു ഇതിൽ നീ കൊടുത്തിട്ട് ആ കുഞ്ഞ് വളർന്നു വലുതായി ഒരമ്മയുടെ സ്നേഹം മുഴുവൻ ദേവേടത്തിയുടെ കയ്യിൽ നിന്നും കിട്ടിക്കഴിഞ്ഞപ്പോൾ നിനക്ക് നിന്റെ കുഞ്ഞിനെ വേണമെന്ന് പറയാനും അതുപോലെ ആ ദേവേടത്തിയെ നിഷ്കരണം തള്ളിക്കളയാനും നിന്നെ കൊണ്ട് എങ്ങനെ സാധിക്കുന്ന അപ്പു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ദേവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്കെല്ലാവർക്കും എപ്പോഴും ദേവേടത്തി 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 ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾക്കൊക്കെ എന്ത് ചിന്തയാണ് ഉള്ളതെന്നും ചോദിച്ചുകൊണ്ട് നേരത്തേക്കും അപ്പു ഇങ്ങനെ പറയാം, എൻ്റെ കുഞ്ഞിനെ എനിക്കല്ലേ നഷ്ടപ്പെട്ടത്, നിങ്ങൾക്കൊക്കെ എന്താ, ഹരിക്ക് എന്താ അല്ലേ എന്നും ചോദിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ അപ്പു ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത്. ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്തായി കാര്യങ്ങൾ, എന്താ കുഞ്ഞമ്മയെന്ന് വിളിക്കുന്ന വ്യക്തി വന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ വിവരം അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, വിവരം അറിയിച്ചുകൊണ്ടിരുന്നതേ ഉള്ളോ, കുഞ്ഞിൻ്റെ നില അതീവ ക്രിട്ടിക്കലാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എന്താ നിങ്ങൾക്കൊക്കെ ഇത്രയ്ക്ക് ഉത്തരവാദിത്വം ഉള്ളോ കൊച്ചിൻ്റെ കാര്യത്തിൽ, മറ്റൊരു ഉത്തരവാദിത്വം ഇല്ലേ, അതുകൊണ്ടാണോ നിങ്ങൾ ആ സ്ത്രീയെ ഇങ്ങോട്ട് അല്ലെങ്കിൽ ആ വ്യക്തിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഇത്രയും താമസിക്കുന്നത്? സമയം കഴിയും തോറും കുഞ്ഞിൻ്റെ കാര്യത്തിൽ വരാൻ പോകുന്ന ആ ഒരു ദുരൂഹത അല്ലെങ്കിൽ ആ വല്ലാത്തൊരവസ്ഥ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എന്താ ഒരു സീരിയസ്നെസ് ഇല്ലാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു ഇത് ഡോക്ടർ ദേഷ്യപ്പെട്ട് തന്നെ ഇവരോട് സംസാരിക്കാം. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ബാലനും ദേവിയും കൂടെ ഓടിപ്പിടിച്ച് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അഞ്ചു മാത്രമേ ഉള്ളൂ വീട്ടിൽ. അങ്ങനെ ദേവിയും ബാലനും ഓടിപ്പിടിച്ചിങ്ങോട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ അപ്പുറം മാറിയിരിക്കുന്നു. ഹരിയും ശിവനും ഇങ്ങനെ നിൽപ്പുണ്ട് ആ ഐസുവിൻ്റെ മുന്നിൽ തന്നെ. ഡോക്ടർ ഇവരെ വഴക്ക് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. എത്രയും പെട്ടെന്ന് കൊണ്ടുവരേണ്ട ആളെ കൊണ്ടുവന്നാൽ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഉറപ്പ് പറയാം, ഇല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ മാനേജ്മെൻറ്റിനെ അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ആ ഡോക്ടർ അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ ഡോക്ടർ അതും പറഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ അവിടെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നു. ഈ സമയത്ത് അവർ രണ്ടുപേരും കൂടെ വരുന്നത്. ദേവിയെ കണ്ടിട്ടും അപ്പുവിന് വലിയ ഇതൊന്നുമില്ല കേട്ടോ. അപ്പുവിന് ഭയങ്കര ദേഷ്യം ദേവിയെ കണ്ടു കഴിഞ്ഞപ്പം. എവിടെ അപ്പോൾ ദേവി ഓടി വന്നത് കുഞ്ഞിൻ്റെ കാര്യം ചോദിച്ചു. എന്താ ഹരി പറ്റിയ, എന്താ എൻ്റെ മോൾക്ക് പറ്റിയ, എന്താ അവൾ എന്തിയെ എവിടെയാ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ നമ്മുടെ ശിവൻ പറഞ്ഞു, ദേവൂട്ടി ഐ സിയുലാണ് എടുത്തിരുന്നത്. ഐ സിയുവിൽ കിടത്താനും മാത്രം എൻ്റെ ദേവൂട്ടിക്ക് എന്താ പറ്റിയ, എന്താ പ്രശ്നം, നിങ്ങളെന്താ ആരും ഒന്നും പറയാത്ത, നിങ്ങളൊന്ന് പറയുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിർബന്ധിച്ച് ചോദിക്കുമ്പോഴും ഇവരൊന്നും പറയുന്നില്ല. അപ്പോഴേക്കും അവിടെ നിന്ന് അകത്ത് നിന്ന് ഒരു പൊതിയുമായിട്ടൊരു നേഴ്സ് ഇറങ്ങി വന്നു. ആ നേഴ്സ് ഇറങ്ങി വന്നിട്ട് ഈ അപ്പുവിൻ്റെ കയ്യിലേക്ക്, അതായത് കുഞ്ഞിൻ്റെ അമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോഴേക്കും വേഗം തന്നെ അപ്പു എഴുന്നേറ്റ് വന്നു കേട്ടോ. അപ്പു എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ പൊതിയെടുത്ത് അപ്പുവിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇത് കുഞ്ഞിൻ്റെ ആഭരണങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് മേടിച്ച് കൈ നീട്ടി നോക്കിയിട്ട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അപ്പു ഇങ്ങനെ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇതെന്താ ആഭരണങ്ങളൊക്കെ ഒരു കുഞ്ഞിൻ്റെ അപ്പുവിൻ്റെ കയ്യിൽ കൊടുത്തത്, എന്താ പറ്റിയത്, എൻ്റെ മോൾക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് കരച്ചിലും കാര്യങ്ങളുമായിട്ട് നമ്മുടെ ദേവി ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുഞ്ഞിൻ്റെ അമ്മ ആയ വ്യക്തിയോട് അകത്തേക്ക് വരാനായിട്ട് ഡോക്ടർ പറഞ്ഞു എന്നുള്ള കാര്യം പറഞ്ഞു. കുഞ്ഞിൻ്റെ അമ്മയായ വ്യക്തി വരാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അപ്പുവിൻ്റെ നേരെ ദേവി ഇങ്ങനെ നോക്കുക. ദേവിയെ കണ്ടപ്പോഴേക്കും അപ്പുവിന് ദേഷ്യം വന്നു. അപ്പു ഇങ്ങനെ ദേഷ്യപ്പെട്ട് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് ഏട്ടത്തിയോടാണ് അകത്തേക്ക് കയറി ചെല്ലാൻ പറഞ്ഞതെന്നുള്ള കാര്യം അവർ ദേവിയോട് പറയുന്നത്. എന്നോട് ചെല്ലാനും അതെ, കുഞ്ഞിന് ദേവേടത്തിയെ കാണണമെന്നാണ് പറഞ്ഞതെന്നും പറഞ്ഞ നേരത്തേക്ക് നമ്മുടെ ശിവനും പറയാം. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ ദേവി ആകെ ഇതായി പോയിട്ട് ഇനി അപ്പുവിനത് ഇഷ്ടപ്പെടുവോ, അല്ലെങ്കിൽ അപ്പുവിന് അതിൻ്റെ പേരിൽ വലിയ വിഷയം ഉണ്ടാക്കുമോ എന്നൊക്കെയുള്ളൊരു പേടി പെട്ടെന്ന് തന്നെ നമ്മുടെ ദേവിയുടെ മനസ്സിലുണ്ടായി. എന്തായാലും അത് ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണ്. അങ്ങനെ ദേവി ആ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ സമയം കളയാതെ അകത്തേക്ക് ചെല്ല് ദേവേടത്തി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരി. അപ്പോഴും ദേവി അപ്പുവിനെ നോക്കും. അപ്പു യാതൊരു കൂസലും ഇല്ലാതെ അല്ലെങ്കിൽ ദേവിയെ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ പകയുള്ളിൽ ഒതുക്കുന്ന രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ആരുടെയും മുഖം എട്ടത്തി നോക്കണ്ട, കയറി ചെല്ലാൻ പറഞ്ഞു ഹരി. ദേവി താനിപ്പോൾ നോക്കേണ്ടത് മോളുടെ ജീവനാ, അത് മോള് നീ പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ട് ദേവിയെ മോളെ കാണാനായിട്ട് ബാലനകത്തേക്ക് നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നു. അപ്പോൾ നമ്മുടെ ദേവി അകത്തേക്ക് കയറിപ്പോയി കേട്ടോ.
അന്നേരവും ഈ കുഞ്ഞിൻ്റെ ആഭരണങ്ങളും കയ്യിൽ പിടിച്ച് അപ്പു ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ അവിടെ നിൽക്കുവാണ്. എന്തായാലും ഈ ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ പെട്ടെന്ന് ശിവൻ്റെ ഫോണിലേക്ക് അഞ്ജുവിൻ്റെ കോള് വന്നു. ഇവിടുത്തെ വിവരങ്ങൾ എന്തായെന്ന് അഞ്ജുവിന് അറിയില്ല. അതുകൊണ്ട് അഞ്ജു വേഗം തന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ശിവൻ മാറി നിന്ന് ഫോൺ എടുത്തു. അപ്പോൾ എന്തായി ശിവേട്ട, അവിടുത്തെ കാര്യങ്ങൾ എന്തായെന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും പറയാറായിട്ടില്ല. ദേവേടത്തെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞു പറഞ്ഞനുസരിച്ചാണ് അവരെ വിളിച്ചു വരുത്തിയത്. ഇപ്പോൾ ദേവേടത്തെ അകത്തേക്ക് കയറി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പുവിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പം അപ്പോഴത്തെ ആകെ സങ്കടത്തിലാണ്. മാത്രമല്ല കുഞ്ഞിനെ അപ്പോഴത്തെ കാണണ്ടെന്ന് പറഞ്ഞതുകൊണ്ടുള്ള ആ ഒരു സങ്കടം ഒരുപാടാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നിരാശയിൽ അപ്പോഴത്തെ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. എന്തായാലും എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ ശിവേട്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഉറപ്പായിട്ടും അറിയിക്കാമെന്നുള്ള കാര്യവും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. നീ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് കൊടുത്തു കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം കാര്യങ്ങളുമൊക്കെ അവിടെ അങ്ങനെ അങ്ങ് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് ശിവൻ ഇവരുടെ അരികിലേക്ക് വന്നു. അപ്പോൾ അഞ്ജുവാണ് വിളിച്ചത്. അഞ്ജുവിന് വിവരങ്ങൾ അറിയാഞ്ഞിട്ട് ആകെ ടെൻഷനാണെന്നുള്ള കാര്യമൊക്കെ ഇവരിങ്ങനെ പറഞ്ഞങ്ങനെ ആ ഒരു ഇതിൽ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും അപ്പു പിന്നെ മിണ്ടാട്ടം ഇല്ലാതെ ഇങ്ങനെ അപ്പുറം മാറിപ്പോയി. കുഞ്ഞിൻ്റെ ആഭരണങ്ങളും കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അപ്പുറം പോയി മാറിയിരിക്കുവാണ്. ഇന്ന് കരച്ചിൽ, ആരോടൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ബാലനാണെങ്കിലും അപ്പുവിനോട് മിണ്ടാൻ പേടി. ഹരിക്ക്, ശിവന്, ഇവർക്കെല്ലാവർക്കും അപ്പുവിനോട് മിണ്ടാൻ ഒരു മടി. കാരണം ആ നാവിൽ നിന്ന് തിരിച്ചെന്താണ് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത് എന്നുള്ളത് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവരാരും അപ്പുവിനോടൊന്നും മിണ്ടുന്നില്ല. അപ്പുവിനൊന്ന് സമാധാനിപ്പിക്കാൻ പോലുള്ള ഒരു ധൈര്യം ഇവരാരും കാണിക്കുന്നില്ല. അങ്ങനെ അപ്പു അവിടെ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ കഴിയുന്നത്. ഈ സമയത്താണ് നമ്മുടെ ദേവി ഐസിയുവിനകത്ത് മകൾക്കരികിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടറുണ്ട്, നേഴ്സുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ ഈ ഒരു കിടപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും ദേവിയുടെ നെഞ്ച് പൊട്ടിപ്പോയി. കാരണം ദേവിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് ഇങ്ങനെ ശ്വാസം എടുക്കാൻ വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടുന്ന ആ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അമ്മയുടെ പൊന്നു മോളെന്ന് പറഞ്ഞുകൊണ്ട് ദേവി ഓടിച്ചെന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കുവാണ് കുഞ്ഞിനെ. അപ്പോൾ ഈ ഒരു കാഴ്ചകളും, അതായത് ഈ ദേവി കുഞ്ഞിനെ സ്നേഹിക്കുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഡോക്ടറെ അടുത്ത് നിന്ന് കാണുക. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങളാണോ കുഞ്ഞിൻ്റെ അമ്മ, അല്ലെങ്കിൽ വല്യമ്മ നിങ്ങളാണോ എന്നിങ്ങനെ ചോദിച്ചപ്പം അതെ ഡോക്ടർ ഞാനാണെന്ന് പറഞ്ഞു. കുഞ്ഞിൻ്റെ മനസ്സിന് താങ്ങാൻ പറ്റാത്തതായ ഒരു ആഘാതം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കാണാൻ പിടിച്ചു ചെന്ന് നമ്മുടെ ദേവിയോട് ഡോക്ടറുള്ള കാര്യം പറയാം. എന്നിട്ട് ഇനിയിപ്പോൾ കുഞ്ഞിന് മാനസികമായിട്ട് വിഷമങ്ങളൊന്നും ഉണ്ടാക്കരുതെന്നുള്ള കാര്യവും ഡോക്ടറായിട്ട് തന്നെ പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ നില വീണ്ടും ഗുരുതരാവസ്ഥയിലേക്ക് മാറുമെന്നും. അപ്പോൾ എൻ്റെ മോൾക്ക് എന്താണെന്ന് ഒക്കെ ചോദിച്ചപ്പോൾ കുഞ്ഞിൻ്റെ അവസ്ഥകളെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടർ ദേവിയോട് പറയും. ഇതൊക്കെ കേട്ട് ദേവി ഇങ്ങനെ തകർന്നു നിൽക്കുക. ദേവിക്കാണെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒന്നും പറയാനോ ചെയ്യാനോ പറ്റുന്നില്ല. മോളെ അടുത്തിരുത്തി മോളെ സ്നേഹിച്ച് മോളെ കൊഞ്ചിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു ഇതിൽ മാത്രമേ പറ്റുന്നുള്ളൂ. അങ്ങനെ ദേവി തകർന്നിരിക്കുന്നു. ഈ സമയത്ത് അകത്തു പോയി ദേവി എന്താണ് കുഞ്ഞിൻ്റെ അരികളിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ദേവി എന്താണ് കുഞ്ഞിനോട് പറയുന്നത്, ഇതൊക്കെ ഓർത്തിട്ടുള്ള ടെൻഷനുമായിട്ടാണ് പുറത്ത് അപ്പു ഇരിക്കുന്നത്. അങ്ങനെ ഈ ഒരു വിവരം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ മൊത്തത്തിൽ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ദേവിയും അപ്പുവും തമ്മിൽ എന്തൊക്കെ വഴക്കുകൾ ഉണ്ടാകുമെന്നും അവസാന തീരുമാനമായിട്ട് ഡോക്ടർ കുഞ്ഞിനെ ദേവിക്ക് വിട്ടുകൊടുക്കാൻ പറയുന്ന ഒരു സാഹചര്യം, അങ്ങനെയൊക്കെ ഒത്തിണക്കിക്കൊണ്ടാണ് നമ്മുടെ നാളത്തെ കഥ വരുന്നത്. എന്തായാലും അപ്പുവിന് ദേവൂട്ടിയെ നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു സാഹചര്യങ്ങൾ ആ കഥയിൽ ഭൂരിഭാഗം ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കഥ നാളെ വരുന്നുണ്ട്. എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.